ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഒരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫ് ഇല്ല, ഹാഫില്ല, ഒരു ഈവനിങ് ഇൻ മൈ ലൈഫ്. ഭയങ്കര അവിടെ നിന്ന് എന്നെ സൂര്യൻ അടിക്കുന്നതിൻ്റെ ലൈറ്റാട്ടോ. അപ്പോൾ ഞങ്ങളിതാ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാവാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കല്യാണം ഉണ്ട് ഫെബ്രുവരിയിൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഓരോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങലുണ്ട്. അപ്പം എല്ലാവരും കൂടെ, ഞാൻ, അമ്മ, ഏട്ടത്തി, ജാനി എല്ലാവരും കൂടി ഇറങ്ങുക. അപ്പോൾ ഇന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല. എപ്പോഴും ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കണം, എന്തെങ്കിലും എടുക്കണം, എന്തെങ്കിലും ഒരു ക്ലിപ്പെങ്കിലും എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ഒരു ദിവസം ആ തിരക്കിൽ അന്ന് പോയി, അന്നേരം കഴിഞ്ഞ് രാത്രി 8 മണി 9 മണിയെല്ലാം തിരിച്ചത്. അപ്പം അത്രയും അവിടെ നോക്കി നിന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം മറന്നു. അപ്പം ആക്ച്വലി മേജർ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നുമില്ല. ഇപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതും അപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാൻ കൊടുത്തതൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും വീഡിയോ എടുക്കാം. ഇന്ന് എന്താ വെച്ചാൽ ഡെയിലി ഓഫീസ് ഉള്ളതുകൊണ്ട്, ഓഫീസ് കഴിഞ്ഞിട്ട് പോണതായതുകൊണ്ട് തിരക്കിലാണ്. ഡെയിലി ഓഫീസ് കഴിഞ്ഞ് ഞാനങ്ങ് പെട്ടെന്ന് ചടപടാ റെഡിയായി അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി വേഗം പരിപാടി തീർത്ത് വരാനുള്ളൊരു ഇതിലല്ലേ. അപ്പം വീഡിയോ എടുക്കണം, ആക്കണം, ഓർമ്മ തലയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു സമയത്ത് അതൊന്നും ഓർമ്മിക്കില്ല. ഇന്ന് പിന്നെ ശനിയാഴ്ച ഓഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നെങ്കിലും എടുക്കണം എന്നുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിപ്പം ജാനീനെ എൻ്റെ വീഡിയോ കുറച്ചെങ്കിലും എല്ലാം മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും ജാനീനെ. അപ്പോൾ ജാനിക്ക് ചെറിയ പനിയായി, 2 ദിവസമായിട്ട് പനിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ ജാനീനെ കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഇപ്പോൾ പോകുന്നത്. ചെറിയ എന്തൊക്കെയോ അമ്മേൻ്റെ ബ്ലൗസ് അടിച്ചതൊക്കെ എടുക്കണം, ആക്കണം, അങ്ങനെ. അപ്പോൾ ഇനിയും എന്തൊക്കെയോ പോകാനും ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം ഞാൻ എടുക്കാൻ നോക്കും. എല്ലാം അടിക്കാൻ കൊടുക്കാൻ എന്തുണ്ട് അത്രേ, എല്ലാ പരിപാടികളും ഉണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞു, പക്ഷേ എല്ലാം ഇനി അടിച്ച് സെറ്റായി ഫൈനൽ ആവാനുണ്ട് അത്രേ. അപ്പോൾ അതിലേക്ക്, അപ്പോൾ നമുക്ക് പയ്യന്നൂർ ടൗണിലേക്ക് പോകാം. വെൽക്കം ബാക്ക് അല്ല, ഞാൻ ആദ്യമേ വെൽക്കം ബാക്ക് ഒക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് പോയ പരിപാടി ഒന്നും നടന്നില്ല, ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ ആക്ച്വലി പോയത് അമ്മയുടെ ഒരു സാരീൻ്റെ ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ട് അതിന് ബ്ലൗസ് അടിക്കാൻ വാങ്ങാനാണ് പോയത്. പക്ഷേ ഭയങ്കര ലൂസായി, 2-3 വട്ടം ഓൾട്രേഷനൊക്കെ ചെയ്തു, നടന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഞാനിന്നും ആസ് യൂഷ്വൽ മറന്നുപോയി. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എവിടേക്കാണ് പോയത്, എന്തൊക്കെയാണ് വീഡിയോ എടുത്തതെന്നുള്ളത് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ അങ്ങ് നടന്ന് അങ്ങനെ പരിപാടി ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ കുറച്ച് അടിയുടെ എന്തൊക്കെയോ എടുത്തതിൻ്റെ ഷോർട്സ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അത് പോയി വന്നു പിന്നെ മെയിൻലി ഞാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പോയത് വെഡ്ഡിങ് കാർഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ് കാർഡ് ഡിസൈൻ ചെയ്തത് ഞാനാണ്. പക്ഷേ ഐഡിയ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വീട്ടിൽ തന്നെ, ഞാനും ഏട്ടന്മാരും കൂടി നല്ല ഒരു ഐഡിയ ആയിരുന്നു ഒരു വെഡ്ഡിങ് കാർഡിൻ്റേത്. അപ്പോൾ ആ ഒരു വെഡ്ഡിങ് കാർഡ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊരു എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റബിൾ പേപ്പർ എന്ന് പ്ലാന്റബിൾ പേപ്പർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് ആ പേപ്പർ മുറിച്ചിട്ട് നമ്മൾ നട്ടാൽ അത് അങ്ങനെ ആയിക്കോളും. അതായത് പേപ്പറിൻ്റെ ഉള്ളിൽ സീഡൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾ ആദ്യം എന്തൊക്കെയോ ഐഡിയ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഓക്കെ ഒരു പ്ലാന്റബിൾ പേപ്പർ വാങ്ങി ഫുൾ എക്കോ ഫ്രണ്ട്ലി ഗ്രീൻ ആക്കാം. കാരണം എല്ലായിടത്തും കല്യാണക്കത്ത് പറഞ്ഞാൽ പ്ലാസ്റ്റിക് അതെന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഇട്ട് ആക്കി ചുരുട്ടി കത്തിക്കും. ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യണ്ട, എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ പ്ലാന്റബിൾ പേപ്പറിൽ വെഡ്ഡിങ് കാർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതാണ് ഒരു പ്ലാന്റബിൾ ഒരു പേപ്പർ, നിങ്ങൾക്ക് കാണുന്നുണ്ട് തോന്നുന്നു. ഇതാ, അതായത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുത്തൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇവിടെ ഇങ്ങനെ കുത്തൊക്കെ, ഇതൊക്കെ ഓരോ സീഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് നടേണ്ടത്. ദിസ് ഒരു മിനിറ്റ്, ഫോക്കസ് ആവുന്നില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. എങ്ങനെയാണ് ഇതെന്താ കത്ത്, ഇതൊരു ദിസ് പേപ്പർ ഗ്രോസ് ഇൻ ടു എ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതുപോലെ കത്ത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുറിക്കുക, മണ്ണിലിടുക, വെള്ളം ഒഴിക്കുക, ചെടിയായി വരും. ഇതിൽ അപ്പോൾ ഒരു കുത്ത് ഇതെന്തിൻ്റെ സീഡാണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഗ്രീനിൽ ഇതുപോലെയാണ് കല്യാണക്കത്ത്. ഇത് ഒരു പേപ്പർ, ഇതിന് കുറച്ച് കട്ടിയുണ്ട്. അതുകൊണ്ട് ഇതിൽ എന്താ പറയുക, പ്രിൻറ്റ് ചെയ്തപ്പോൾ ഇത് നമുക്ക് അങ്ങനെ എല്ലാ ഡിജിറ്റൽ പ്രിൻ്റ് എല്ലാ ടൈപ്പ് പ്രിൻറ്റിങ്ങും ആവില്ല. പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് മഷി അങ്ങനെ എല്ലായിടത്തും ഈവണായിട്ട് കിട്ടിയിട്ടില്ല. കാരണം പേപ്പറിന് കട്ടിയുണ്ട്. വേറൊരു പേപ്പർ
സെയിം പ്ലാന്റബിൾ തന്നെ പേപ്പർ. വേറൊരു പേപ്പർ ഞാൻ കാണിച്ചു തരാം. പേപ്പർ എടുക്കണേ. വേറൊരു പേപ്പർ ഇതാ. ഇത് കുറച്ചുകൂടെ ഡാർക്ക് അല്ലേ. ഇതാണ് വേറൊരു പേപ്പർ. ഇതിൽ കുറച്ചുകൂടി ഇതാ സീഡ്സ്, ഈ ബ്ലാക്ക് ഇങ്ങനെ കാണുന്നൊക്കെ സീഡ്സാണ്. ഇത് എന്ന് പറഞ്ഞാൽ തുളസി ബേസിൽ രാമ തുളസി എന്ന് പറയുന്ന ഒരു തുളസിയുടെ വിത്തായത്. അപ്പോൾ അതാണ് ഇത് കുറച്ചുകൂടെ എല്ലാം എവിഡൻറ്റും കുറച്ച് ഡാർക്കും. ഇത് സെയിം ഡിസൈൻ തന്നെ ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ കത്ത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് കിട്ടിയിട്ടുണ്ട്, ഇനി ഇന്ന് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് മറ്റേ കത്തിടണം. കത്ത് ചെയ്യുന്നതും അതിൻ്റെ പേപ്പർ, അതായത് അത് കവർ ചെയ്യുന്നതും ഞങ്ങളങ്ങനെ നോർമൽ എൻവലപ്പിലിടാതെ വേറൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ഷോർട്ട്സ് എങ്ങാനായിട്ട് ഞാനത് എന്താ കത്ത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇന്ന് എന്താ ചെയ്തത്, ഒരു ചെറിയ വീഡിയോ, ഇറ്റ്സ് എ സ്മോൾ വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. പ്ലീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വർത്താൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.